കഥ തത്തയും മക്കളും. പണ്ടൊരു കാട്ടിൽ മരത്തിന്റെ പൊത്തിൽ ഒരു കുഞ്ഞിത്തത്ത താമസിച്ചിരുന്നു. കുഞ്ഞിത്തത്തയ്ക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു, ചിങ്കനും ചിന്നുവും. ഒരു ദിവസം പതിവ് പോലെ കുഞ്ഞിത്തത്ത രാവിലെ തന്നെ ഭക്ഷണം തേടി അകലെയുള്ള നെൽപ്പാടത്തേക്ക് പോകാനൊരുങ്ങി. പോകുന്നതിന് മുമ്പ് അവൾ കുഞ്ഞുങ്ങളോടായി ഇങ്ങനെ പറഞ്ഞു: മക്കളെ, ഞാൻ ആഹാരം തേടി വയൽക്കരയിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഈ കൂട് വിട്ട് പുറത്തേക്ക് പോകരുത്. പുറത്ത് നിങ്ങളെ ആക്രമിക്കാനായി ധാരാളം ക്രൂരമൃഗങ്ങൾ ഉണ്ടാവും. സൂക്ഷിക്കണം. ഞാൻ വേഗം തിരിച്ചു വരാം. അങ്ങനെ പറഞ്ഞ് കുഞ്ഞിത്തത്ത ദൂരേക്ക് പറന്നുപോയി. കൂട്ടിൽ ചിങ്കനും ചിന്നുവും മാത്രം തനിച്ചായി. അങ്ങനെ ഇരിക്കുമ്പോൾ അനിയനോട് ചിങ്കൻ പറഞ്ഞു: എടാ, എത്ര ദിവസമായി നമ്മൾ ഈ കൂട്ടിൽ തന്നെ കഴിയുന്നു? അവിടെ കുറെ പക്ഷികൾ പറന്നു നടക്കുന്നത് കണ്ടില്ലേ? നമുക്കും അതുപോലെ ആകാശത്ത് പറക്കണ്ടേ? അയ്യോ ചിങ്കൻ ചേട്ടാ, അതിന് നമ്മൾ കുട്ടികളല്ലേ. ഈ സമയത്ത് നമ്മൾ പുറത്തേക്ക് പോകുന്നത് ആപത്താണ്. അതുകൂടാതെ അമ്മയുടെ വാക്കുകൾ നമ്മൾ അനുസരിക്കുകയും വേണം. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ മനോഹരമായ ആകാശത്തേക്ക് പറക്കാൻ പോവുകയാണ്. അയ്യോ ചേട്ടാ, അത് വേണ്ട. നമ്മൾ പറക്കാൻ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. എന്താണ് ചിന്ന നീ പറയുന്നത്? ഇങ്ങനെ കൂട്ടിലിരുന്നാൽ എങ്ങനെ പറക്കാൻ പിടിക്കും? പിന്നെ നിന്നെപ്പോലെ ഭീരുവല്ല ഞാൻ, ധീരനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ചിങ്കൻ തത്ത കൂട്ടിൽ നിന്നും എടുത്തു ചാടി. കുറച്ചുനേരം അവൻ ചിറകിട്ടടിച്ച് പറന്നു നടന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ അവന്റെ കുഞ്ഞു ചിറകുകൾ തളരാൻ തുടങ്ങി. അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് പറക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചിറകുകൾ തളർന്ന് അവൻ താഴേക്ക് നിലംപതിച്ചു. എന്റെ ചിറകുകൾ തളർന്നു പോയല്ലോ, എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. അയ്യോ! വീഴ്ചയുടെ ആഘാതത്തിൽ അവന്റെ കാലുകൾ ഉളുക്കി. ഈ കാഴ്ച കണ്ടുകൊണ്ട് അടുത്തുള്ള മരത്തിൽ 2 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞിത്തത്തയുടെ കൂട്ടുകാരൻ മങ്കുക്കുരങ്ങനും മറ്റൊന്ന് കുഞ്ഞു പക്ഷികളെ വേട്ടയാടുന്ന ഡിങ്കിപ്പരുന്തു. അതൊരു തത്തക്കുഞ്ഞാണല്ലോ, ഇന്നത്തേക്കുള്ള ഭക്ഷണമായി. പരുന്ത് ചിങ്കനെ റാഞ്ചാനായി അടുത്തു. അങ്ങനെ ഈ കാഴ്ച കണ്ട് മങ്കുക്കുരങ്ങൻ താഴെ കിടന്ന ഒരു കല്ലെടുത്ത് പരുന്തിന്റെ കാല് ലക്ഷ്യമാക്കി ഒരു ഏറ് കൊടുത്തു. അങ്ങനെ കാലിൽ കല്ലുകൊണ്ട വേദനയിൽ പരുന്തിന്റെ കാലിൽ നിന്നും ചിങ്കൻ താഴേക്ക്. മങ്കുക്കുരങ്ങന്റെ കൈകളിലേക്കാണ് ചിങ്കൻ വന്നു വീണത്. അങ്ങനെ ചിങ്കൻ തത്തയുടെ ജീവൻ തിരിച്ചു കിട്ടി. മങ്കുക്കുരങ്ങൻ ചിങ്കനെ അമ്മയുടെ അടുത്ത് എത്തിച്ചു. അയ്യോ ചിങ്ക മോനെ, എന്തു പറ്റി? അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മ പറഞ്ഞത് അനുസരിക്കണമായിരുന്നു. ഇതായിരുന്നു ഇന്നത്തെ കഥ തത്തയും മക്കളും.